കുറേ ചെടികളുണ്ട്, ഞാനുമുണ്ട്. ഇതിനൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് പണിയുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാനിതിനൊക്കെ വെള്ളം ഒഴിച്ച് ഉഷാറാക്കി നിർത്തിയിരിക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ സിറ്റ് ഔട്ടിൽ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ച ചെടികളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് തന്നെ പെന്നി ബർത്ത് എന്ന് പറഞ്ഞ ഈ ചെടി എന്തിൻ്റെ മുകളിൽ ഇരിക്കണമെന്ന് നോക്കിയേ. നമ്മുടെ അരക്കല്ലിലാണ് കേട്ടോ ഇതിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന് താഴെ ഉള്ളത് ഒരു ചെറിയൊരു സ്റ്റാൻഡാണ്. ഈ സ്റ്റാൻഡ് ബിരിയാണിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു തരം സ്റ്റാൻഡാണ് കേട്ടോ. പിന്നെ ഈ ചെടിയുടെ പേര് നിങ്ങൾക്കറിയോ? ഇത് നമ്മൾ വെച്ചിട്ടുള്ളത് ഈ വോളിബോളിൻ്റെ ഒക്കെ ഒരു സംഭവമില്ലേ, അതിലാണ് കേട്ടോ ഞാനിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ മതിലിൻ്റെ പൊക്കത്ത് കുറച്ച് ചെടികൾ വെച്ചിട്ട് ഇങ്ങനെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ 3 തരം ചെടികളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് പ്ലെയിൻ വയലറ്റും, പിന്നൊന്ന് അരേലിയ, പിന്നെ റൂബി പ്ലാന്റും കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിലുള്ള മെയിനായിട്ടുള്ള ചെടിയാണ് മണി പ്ലാന്റ്. സ്നേക്ക് പ്ലാന്റ് ഉണ്ട്, അതും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു മൂലക്കലായിട്ടാണ് കേട്ടോ ഒരു മണി പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഹാങ്ങിങ് ആയിട്ട് കൂടുതൽ നമ്മൾ വെച്ചിട്ടുള്ളത് പെറ്റൂണിയ പ്ലാന്റും ആണ്. അപ്പോൾ അതാണ് ഫ്രണ്ടിലേക്ക് നിൽക്കുന്ന ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. സൈഡിലായിട്ട് ഒരു 4 വെറൈറ്റി വേറെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ അഗ്ലോണിമ പ്ലാന്റ്സ് ആണ്. നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ തന്നെ കയറി വരുന്ന ഭാഗത്തായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ പ്ലാന്റിൻ്റെ പേരറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ പ്ലാന്റിൻ്റെയും അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന പ്ലാന്റിൻ്റെയൊക്കെ പേരറിയുമെങ്കിൽ പറയണം കേട്ടോ. ഇത് മോൺസ്ട്ര പ്ലാന്റ് ആണ്. അത് പടരാൻ അനുവദിക്കുന്നില്ല. നമ്മളിങ്ങനെ ആ ഒരു ചട്ടിയിൽ തന്നെ റൗണ്ട് ചെയ്ത് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പടർന്ന് അങ്ങോട്ട് പോയാൽ നമ്മുടെ ചുമരിലൊക്കെ ഇങ്ങനെ പിടിച്ച് കയറി കഴിഞ്ഞാൽ അതിൻ്റെ പെയിൻറ്റൊക്കെ ഇളക്കിപ്പോവും. അതിന് മാത്രം ഭംഗിയിലൊന്നും പെയിൻറ്റൊന്നും അടിച്ചിട്ടില്ല. പിന്നെ ഇത് നമ്മുടെ പെറ്റൂണി തന്നെ, തൂങ്ങി കിടക്കുന്ന പെറ്റൂണിയനെ ചുള്ളിക്കമ്പൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതാണ് ഇപ്പോൾ ഏറ്റവും കാണാൻ ഭംഗിയിട്ട സിറ്റ് ഔട്ടിൽ. പിന്നെ ഈ ഒരു സ്റ്റെപ്പിൻ്റെ ആ അറ്റത്ത് അങ്ങനെ ചെടികളും, ഈ അറ്റത്ത് നമ്മുടെ കണ്ണാടി ചെടിയുമാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വെറൈറ്റി മണി പ്ലാന്റ് ചെരുപ്പ് സ്റ്റാൻഡാണിത്, അതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെയായിട്ട് നമുക്ക് സ്നേക്ക് പ്ലാന്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ണാടി ചെടി ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ സെറ്റ് ചെയ്താണ് ചെറിയ ബോട്ടിലെ വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലേ. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ടുള്ളത് ലക്കി ബാമ്പു ആണ്. അതിൽ 2 പിടിച്ചിട്ടുള്ളൂ കേട്ടോ, ബാക്കിയുള്ളതിന് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടാണ്, പിടിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ വലിയ കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ള സിറ്റ് ഔട്ടാണ്. ഈ ഒരു കൊച്ചിയിൽ ഈ നമ്മുടെ പള്ളുരുത്തിയിലൊക്കെ കുറച്ച് ഇത്രയും നല്ലൊരു സിറ്റ് ഔട്ട് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും അങ്ങനെ സിറ്റ് ഔട്ടൊന്നും ആർക്കും ഉണ്ടാവില്ല, കുറഞ്ഞ സ്ഥലത്താണ് ഇവിടുത്തെ വീടുകളൊക്കെ. അപ്പോൾ ഈ സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ നാട്ടിലുള്ളവർക്കൊന്നും പിന്നെ ഇത് അത്ര അങ്ങോട്ട് പിടിക്കൂല. അത്രയും അവിടുത്തെ സിറ്റ് ഔട്ടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്ഭുതപ്പെടും. വലിയ സിറ്റ് ഔട്ടായിരിക്കും. അപ്പോൾ ആ രീതിയിലാണ് ഈ സിറ്റ് ഔട്ട് സെറ്റ് ചെയ്തത്. അപ്പം ഞാൻ മണി പ്ലാന്റും പിന്നെ അതുപോലെ സ്നേക്ക് പ്ലാന്റും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഫിലോഡെൻഡ്രനാണ് കേട്ടോ. അപ്പോൾ അതൊരു മൂലക്കൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ വൈബ്. നമ്മുടെ ഫ്രണ്ടിൽ തന്നെ കട ഉണ്ട് കേട്ടോ, ഒരു പലചരക്ക് കടയാണുള്ളത്. അപ്പോൾ ഏറ്റവും ഭംഗി കാണാനൊക്കെ ഏറ്റവും രസം ഇപ്പോൾ ഈ ഒരു പെറ്റൂണിയ പ്ലാന്റാണ് കേട്ടോ. നമ്മുടെ കയറി വരുന്നോട് തന്നെ ഇരിക്കണം കാണാൻ. ഇതാകെ ഒരു കളറുള്ളേ, ഈ ഒരു വയലറ്റ് കളർ മാത്രം നമ്മുടെ കയ്യിലുള്ളൂ കേട്ടോ. വെള്ളയും മഞ്ഞൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും എൻ്റെ കയ്യിലില്ലേ. അങ്ങനെ നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് പോയി നോക്കാം. പിന്നെ അഗേ പ്ലാന്റ് ഇതിൻ്റെ ഒരു മദറിൻ്റെ പൊക്കത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മദർ പ്ലാന്റ് ആണ് ആ മൂലക്കലിരിക്കുന്നത്. പിന്നെ ഈ ഒരു ചെടിയും കണ്ട, അത് ഞാനൊരു കുഴലിലൊക്കെ ഇറക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് മുട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ വെച്ചിട്ടുള്ള ആ ഒരു പ്ലാന്റും പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ കുറേ ചെടികൾ ഇതിൻ്റെ മതിലിൻ്റെ പൊക്കത്ത് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. 10 മണിയുണ്ട്, കുറേ 2 3 തരം 10 മണിയുണ്ട്. അപ്പോൾ അത് നല്ല ഭംഗിയിലൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഉച്ചക്കാണ് ഞാൻ ഈ വീഡിയോ എടുക്കണോണ്ട് അതൊക്കെ ഒന്ന് ഉറങ്ങിയിട്ടുണ്ട്, ഉച്ചമയക്കത്തിന് പോയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു ഗ്യാപ്പിൽ ഈ സൈഡിലിരിക്കുന്നത്
സിങ്കോണിയം പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടന്നു പോകാനൊരു ഇച്ചിരി സ്ഥലമുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇത്രയും അധികം ചെടികൾ. അപ്പോൾ ഈ ഒരു ചെടിയുടെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു ഷെയ്ഡ് എന്ന് വെച്ചാൽ ഈ ഒരൊറ്റ കളർ മാത്രം നമ്മളേലുള്ളൂ. പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമ്മുടെ കണ്ണാടി ചെടി ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വെച്ച് പിടിപ്പിച്ച് വരുന്നുള്ളൂ, പൊങ്ങി വരുന്നില്ല. ചിലത് വലിയ ചട്ടികളിലൊക്കെ വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ. അപ്പം നമ്മുടെ ഇങ്ങനെ നോക്കുമ്പോൾ സിറ്റ് ഔട്ടിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല രസമാണ്, പ്രത്യേക ഭംഗി തന്നെ ഉണ്ട്. പിന്നെ ഇതാ നമ്മുടെ മണി പ്ലാന്റ് ചുമരിലേക്ക് പടർത്തിയിട്ട് അതിൻ്റെ അവിടെ ഒരു കിളിക്കൂടൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ കിളിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാനതിന് ചിപ്പി എന്നാണ് വിളിക്കാറ്. പിന്നെ ഈ ഒരു ചെടിയുടെ പേരറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യണേ. ഇതിന് പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാനിതെപ്പോഴും വെട്ടി നിർത്താറാണ് പതിവ്, പക്ഷേ ഇപ്പോഴാണ് ഇതിനെ വളരാൻ വേണ്ടിയിട്ട് അനുവദിച്ചത്. അപ്പോൾ നോക്കുമ്പോൾ അതൊരു പൂവൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് വേറെ പിടിപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വളർത്തിയിട്ടുള്ളത് കേട്ടോ. നമ്മുടെ കാക്കാപ്പൂവിൻ്റെ ഒരു 4 കളറോളം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. 4 കളറെന്ന് പറഞ്ഞാൽ ഒരേ കളർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വൈറ്റും ലൈറ്റും ഒക്കെ മാറി മാറിയിട്ടുള്ള കാക്കാപ്പൂകളാണ് കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് പറിച്ച് ആ ചട്ടിയിലൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു എന്നുള്ളൂ. പിന്നെ കുറച്ച് സ്ഥലം മാത്രമാണ് മണ്ണുള്ളത്. അപ്പോൾ അതിൽ ഇല്ലാത്ത ചെടികളൊന്നുമില്ല. എല്ലാത്തിൻ്റെയും കട്ടിങ്സൊക്കെ കൊണ്ടുപോയും ആ ഒരു മണ്ണിൽ കുത്തി വെക്കൂട്ടാം. പിന്നെ ഈ ഒരു ചെടി നമ്മുടെ നാടൻ, എന്തുകൊണ്ടൊരു നാടൻ ചെടിയാണിത്. പക്ഷെ ഇത് കാണാൻ നല്ല ഭംഗിയാണ്, നിറച്ചും പൂക്കൾ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ്, അപ്പോൾ അത് പോയി. പിന്നെ ഞാൻ രണ്ടാമത് പിടിപ്പിച്ചതാണ് കേട്ടത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇന്നലെയാണ് പൂവൊക്കെ വിരിയാൻ തുടങ്ങിയത്. പിന്നെ ഈ ഒരു മജന്ത കളറ് 10 മണി വിരിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പോൾ ഇത് കുറച്ച് മുന്നേ രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് 10 മണി വിരിഞ്ഞ് നിൽക്കണ കാണാൻ. ഒരു 9 മണിയാകുമ്പോഴത്തേനും വിരിയും. ശരിക്കും ഇതിൻ്റെ പേര് 10 മണി തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. 10 മണിക്കൊന്നല്ല ഇത് വിരിയണം, ഒരു 8:45 ഇത് വിരിയും കേട്ടോ. പിന്നുള്ളത് ഈ തെച്ചിയും നല്ല ഭംഗിയിൽ വിരിഞ്ഞിട്ട് വരുന്നുണ്ട്. നല്ല ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ടിലെ ലുക്ക്.